നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രണ്ട് ചിന്തകളാണ് ഇസ്രയേലികൾക്കുള്ളത്. ഒന്ന്, പക അത് വീട്ടാനുള്ളതാണ്. രണ്ട്, സ്നേഹിതരെയും വിശ്വസ്തരെയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന ഇസ്രയേലിൻ്റെ തന്ത്രങ്ങൾ. ഇന്ത്യ പോലുള്ള സുഹൃത്ത് രാജ്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഇസ്രയേലിനെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ സ്വന്തം രാഷ്ട്രത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന ദ്രൂസ് വിഭാഗത്തെ ചേർത്ത് പിടിക്കുന്ന ഇസ്രയേലിനെയാണ് ലോകം ഇപ്പോൾ കാണുന്നത്. തങ്ങളുടെ അതിർത്തി പ്രദേശം പൂർണ്ണമായി അപകടരഹിതമായിരിക്കണമെന്ന് ഇസ്രയേൽ കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെ തെക്കൻ സിറിയ മേഖല പൂർണ്ണമായും ദ്രൂസുകളുടെ കൈകളിൽ തന്നെ നിൽക്കണമെന്ന് ഇസ്രയേൽ ആഗ്രഹിക്കുന്നു. ഇസ്രയേൽ, ലെബനൻ, സിറിയ, ഗോലാൻ കുന്നുകൾ എന്നിവിടങ്ങളിലായി പരന്നു കിടക്കുന്ന ഏകദേശം 10 ലക്ഷത്തോളം ദ്രൂസ് ഗോത്ര വിഭാഗക്കാർ. അവർ മുസ്ലിം മതത്തിൽപ്പെട്ട ഷിയ വിഭാഗത്തിൽ നിന്ന് വേർപിരിഞ്ഞവരാണ്. പിന്നീട് അവർ ഇസ്ലാം വിശ്വാസം ഉപേക്ഷിക്കുന്നു. ഒരു പ്രത്യേക മതവിഭാഗമായി അറിയപ്പെടുന്ന അവർ തുടക്കം മുതൽ ഇസ്രായേലിനോട് വല്ലാത്ത ആഭിമുഖ്യം പുലർത്തുന്നു. യോം കിപ്പൂർ യുദ്ധവേളയിൽ ദ്രൂസ് സമൂഹം ഇസ്രായേലിനൊപ്പം നിന്നു. അസദ് ഭരണകൂടത്തിന്റെ പതനത്തെ തുടർന്ന് അഹമ്മദ് അൽ-ഷറ ഇടക്കാല സർക്കാർ രൂപീകരിക്കുകയും സിറിയൻ ഭരണം കൈയാളുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ ഔദ്യോഗിക സേനയെ അവർ തെക്കൻ സിറിയയിലേക്ക് അയച്ചു. സുവൈദ തുടങ്ങി ദ്രൂസ് ശക്തി മേഖലകളിലേക്ക്. ആ മേഖല പൂർണ്ണമായും ഔദ്യോഗിക ഭരണകൂടത്തിന് കീഴിൽ കൊണ്ടുവരികയായിരുന്നു സിറിയയുടെ ലക്ഷ്യം. എന്നാൽ അതിശക്തമായ ചെറുത്തുനിൽപ്പാണ് ദ്രൂസ് വിഭാഗം അവിടെ പ്രകടമാക്കിയത്. ഇതോടെ ഔദ്യോഗിക സേന പിൻവാങ്ങി. എന്നാൽ അപ്രതീക്ഷിതമായ നീക്കം ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. തുടർച്ചയായി ഇസ്രയേൽ സിറിയയ്ക്ക് നേരെ ആക്രമണം നടത്തിയത് എന്ന് പോലും ലോകമെന്ന് സംശയിച്ചിരുന്നു. ബാഷർ അസദിൻ്റെ ആയുധപ്പുരകൾ കത്തിക്കുന്ന ഇസ്രയേലിനെയാണ് അന്ന് നമ്മൾ കണ്ടത്. ദമാസ്കസിൽ മാത്രമല്ല, സിറിയയുടെ പല ഭാഗങ്ങളിലുമുള്ള ആയുധപ്പുരകൾ ഇസ്രയേൽ ആക്രമിച്ചു തകർത്തു. ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലിന് വ്യക്തമായ അജണ്ടയുണ്ട്. സിറിയയിൽ കഴിയുന്ന ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കുക. ദ്രൂസ് വിഭാഗവും അൽവേറ്റുകളും കുർദുകളെയും ഒക്കെ സംരക്ഷിക്കുകയായിരുന്നു ഇസ്രയേലിന്റെ മുഖ്യ ലക്ഷ്യം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ദ്രൂസ് വിഭാഗക്കാരനായ ഒരു പച്ചക്കറി വ്യാപാരിയെ ബിദൂനികളായ ചിലർ തട്ടിയെടുത്തു. അവർ അയാളെ ക്രൂരമായി മർദ്ദിച്ചു. ഇതോടെ എതിർ ഗോത്ര വിഭാഗമായ ബിദൂനികൾക്കെതിരെ ദുരൂസുകൾ ഇറങ്ങി. ബിദൂനികൾ സുന്നി വിഭാഗക്കാരാണ്. മേഖലയിലെ ന്യൂനപക്ഷമാണ് ബിദൂനികളും. എന്നാൽ അവർ പൊതുവെ ഔദ്യോഗിക സിറിയൻ ഭരണകൂടത്തോട് ആഭിമുഖ്യം പുലർത്തുന്നു. ബിദൂനികൾ ദ്രൂസിനെതിരെ നടത്തിയ ആക്രമണം ആസൂത്രിതമായാണ് എന്ന് ഇസ്രയേൽ കണക്കുകൂട്ടുന്നു. ഇത് ഔദ്യോഗിക ഭരണകൂടത്തിന് കീഴിൽ അവരുടെ ആശീർവാദത്തോടെ നടത്തിയ ഒരു നാടകമായിരിക്കാം. ഇതോടെ ദ്രൂസ് ബിദൂനികളും തമ്മിലുള്ള ആക്രമണം ശക്തമായി. ഔദ്യോഗിക സേന സുവൈദ ലക്ഷ്യമാക്കി കുതിച്ചു. തെക്കൻ സിറിയയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള ഒരവസരമായി അവർ ഇതിനെ കണ്ടു. സുവൈദയിലെത്തിയ ഔദ്യോഗിക സേന ബിദൂനികൾക്കൊപ്പം ചേർന്ന് ദ്രൂസ് വിഭാഗത്തെ ആക്രമിക്കുകയാണ് ചെയ്തത്. എന്നാൽ അതിശക്തമായ ചെറുത്തുനിൽപ്പ് ദ്രൂസ് വിഭാഗം നടത്തി. ആക്രമണത്തിൽ 80ഓളം ദ്രൂസ് വിഭാഗക്കാരായ പോരാളികൾ കൊല്ലപ്പെട്ടു. പ്രദേശത്തെ സാധാരണക്കാരായ 27 പേരും കൊല്ലപ്പെട്ടു. എന്നാൽ ഔദ്യോഗിക സേനയിലെ 189 പേരെ ദ്രൂസ് വിഭാഗം വകവരുത്തി. മറുവശത്ത് ബിദൂനികളെയും അവർ കൊന്നൊടുക്കി. കൂടുതൽ ഔദ്യോഗിക സേനയെത്തുമെന്നും ദ്രൂസ് വിഭാഗത്തെ തകർക്കുമെന്നും ബിദൂനികൾ പ്രതീക്ഷിച്ചു. എന്നാൽ ഇസ്രയേലിൽ നിന്നുള്ള നീക്കങ്ങൾ ലോകം നടുക്കത്തോടെയാണ് കണ്ടത്. ഇസ്രയേലിൻ്റെ അതിർത്തി ഭേദിച്ച് ഏകദേശം 1000ഓളം ദ്രൂസ് വിഭാഗക്കാരായ യുവാക്കൾ നേരെ സിറിയയിലേക്ക് കുതിച്ചു. തങ്ങളുടെ സഹോദരങ്ങളെ സംരക്ഷിക്കാനാണ് തങ്ങൾ സിറിയൻ മണ്ണിലേക്ക് കടക്കുന്നത് എന്നവർ പ്രഖ്യാപിച്ചു. ഇസ്രയേലിൻ്റെ അതിർത്തി കടന്നാൽ ഗോലാൻ കുന്നുകളാണ്. അതിലപ്പുറം വിശാലമായ ബഫർ സോൺ. അവിടെ പൂർണ്ണമായും ഒരു സൈനികരഹിത പ്രദേശമായിരിക്കണമെന്ന് ഇസ്രയേൽ ശഠിക്കുന്നുണ്ട്. മറുവശത്ത് ദ്രൂസ് വിഭാഗക്കാരായ ഒട്ടനവധി ആളുകൾ ഇസ്രയേൽ മണ്ണിലേക്ക് കടന്നു കയറി. ഇരുവിഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും അതിർത്തി കടക്കുന്ന കാഴ്ച. ഇത് IDF പോലും നോക്കി നിൽക്കുന്നു. സാധാരണ ബഫർ സോണിൽ പ്രവേശിക്കുന്ന സിറിയക്കാർക്ക് നേരെ വെടിവെക്കുകയാണ് IDF ചെയ്യാറുള്ളത്. അനധികൃതമായി ബഫർ സോണിൽ പ്രവേശിച്ചാൽ വെടിവെച്ചു കൊല്ലുക എന്ന നിയമമാണ് അവിടെ നടപ്പാക്കുന്നത്. എന്നാൽ ഇക്കുറി അവരെ വെടിവെക്കുകയല്ല IDF ചെയ്തത്. ഇസ്രായേൽ മണ്ണിലേക്ക് കടന്നു വന്ന ദ്രൂസ് സഹോദരങ്ങളെയും മതപുരോഹിതന്മാരെയും ഒക്കെ അവർ മാലയിട്ട് സ്വീകരിച്ചു. അവർക്ക് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. മറുവശത്ത് ദമാസ്കസിലെ പ്രതിരോധ മന്ത്രാലയത്തിന് നേർക്ക് ശക്തമായ ആക്രമണവുമായി IDF ഇറങ്ങി. എന്തിനേറെ, സിറിയൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് നേർക്കും അവർ ആക്രമണം നടത്തി.
എന്നാൽ പ്രതിരോധ ആസ്ഥാന മന്ദിരം തകർക്കുകയായിരുന്നില്ല ഇസ്രയേലിൻ്റെ ലക്ഷ്യം. മറുവശത്ത് പ്രസിഡന്റിൻ്റെ കൊട്ടാരം തകർക്കാനല്ല, കൃത്യമായ മുന്നറിയിപ്പ് നൽകുകയാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടത്. വേണ്ടി വന്നാൽ പ്രസിഡന്റിനെ അടക്കം വധിക്കുമെന്ന സന്ദേശം സിറിയയ്ക്ക് കൈമാറി. സിറിയയുടെ തന്ത്രപ്രധാനമായ 40 കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ മണിക്കൂറുകൾക്കുള്ളിൽ ആക്രമണം നടത്തി. ഇതോടെ ഭയപ്പെട്ടുപോയ അഹമ്മദ് അൽ ഷറ പെട്ടെന്ന് തന്നെ തൻ്റെ സൈന്യത്തെ തിരികെ വിളിച്ചു. സുവൈദ മേഖലയിൽ നിന്ന് ഔദ്യോഗിക സേന പിൻവാങ്ങുന്നുവെന്നും ദ്രൂസ് വിഭാഗത്തെ സംരക്ഷിക്കുക തങ്ങളുടെ കടമയാണെന്നും പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറ പ്രഖ്യാപിച്ചു. ഇതോടെയാണ് ഒരു വെടിനിർത്തൽ കരാറിലെത്തിയത്. എന്നാൽ മറുവശത്ത് ബിദൂനികൾ വീണ്ടും ആക്രമണങ്ങൾ തുടർന്നിരുന്നു. ഇപ്പോഴിതാ അതിശക്തമായ ബിദൂനികൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ദ്രൂസ് ഗോത്രവിഭാഗത്തെയാണ് ലോകം കാണുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ നിന്ന് സിറിയയിലേക്ക് കടന്ന ഡസൻ കണക്കിന് ദ്രൂസ് യുവാക്കളെ ഇതിനകം സിറിയയിൽ നിന്ന് തിരിച്ചെത്തിച്ചുവെന്നാണ് ഇസ്രയേൽ പറയുന്നത്. ദ്രൂസ് സഹോദരങ്ങളുടെ സംരക്ഷണത്തിനാണ് ഇസ്രയേൽ മണ്ണിൽ നിന്ന് ദ്രൂസ് യുവാക്കൾ കൂട്ടത്തോടെ സിറിയൻ മണ്ണിലേക്ക് കടത്തുകയറിയത്. നിരവധി ആളുകൾ ഇപ്പോഴും സിറിയൻ മണ്ണിൽ തുടരുന്നുവെന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന പറയുന്നത്. അവർക്കൊരു പോറൽ പോലും ഏൽക്കാതെ തങ്ങൾ തിരിച്ചെത്തിക്കുമെന്ന് ഇസ്രയേൽ പറഞ്ഞു. അതേസമയം ഇസ്രയേലിലേക്ക് കടന്ന നിരവധി സിറിയൻ ദ്രൂസുകളെ IDF-ഉം ഇസ്രയേൽ പോലീസും ഇപ്പോൾ സിറിയയിലേക്ക് തിരിച്ചയച്ചു. സിറിയയിലെ അവരുടെ വീടുകളിലെത്തുന്നതുവരെ IDF കോൺവോകൾ അവരെ അനുഗമിച്ചിരുന്നു. ഇസ്ലാമിക നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വ്യാഴാഴ്ച സിറിയൻ സൈന്യം ദ്രൂസ് പ്രവിശ്യയായ സുവൈദയിലേക്ക് പ്രവേശിച്ചത്. പിന്നീട് തെരുവുകളിൽ മൃതദേഹങ്ങൾ നിറയുന്ന കാഴ്ച ലോകം കണ്ടു. ഏകദേശം 400 പേർ അവിടെ കൊല്ലപ്പെട്ടു. ഇസ്രയേൽ പ്രതിരോധ സേനയുടെ വാഹനവ്യൂഹം തെക്കൻ സിറിയയിലൂടെ കടന്നുപോകുമ്പോൾ സായുധരായ ദ്രൂസ് പോരാളികളും തെക്കൻ സിറിയയിലെ താമസക്കാരുമൊക്കെ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നു. അവർ ഇസ്രയേലിന് വേണ്ടി മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു. ദ്രൂസ് പതാകകൾ വീശി അവർ സിറിയയിൽ നിന്ന് തങ്ങളെ മോചിപ്പിക്കണമെന്ന് ഇസ്രയേലിനോട് ആവശ്യപ്പെടുന്നു. സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറയെ ഇല്ലാതാക്കണമെന്ന് ഇസ്രയേൽ സേനയോട് അഭ്യർത്ഥിക്കുന്ന ചില യുവാക്കളുടെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവരുന്നു. സുവൈദയിലെ സുരക്ഷയുടെ ചുമതല പൂർണ്ണമായും സമുദായ നേതാക്കൾ പുനഃസ്ഥാപിച്ചുവെന്നാണ് ഇപ്പോൾ ദ്രൂസ് വിഭാഗം പറയുന്നത്. അവിടെ തങ്ങളുടെ സ്വാധീനത്തിൽ യാതൊരുവിധ കുറവും സംഭവിച്ചിട്ടില്ല. എന്നാൽ ഔദ്യോഗിക സർക്കാർ പിൻവാങ്ങിയതിനു ശേഷവും സുവൈദയുടെ മധ്യഭാഗത്തുള്ള തെരുവിൽ ഏകദേശം 15 മൃതദേഹങ്ങൾ കാണപ്പെട്ടു. ഞായറാഴ്ച മുതൽ നഗരത്തിൽ നടന്ന വിഭാഗീയ സംഘർഷങ്ങളിൽ 500-ലധികം പേർ കൊല്ലപ്പെട്ടുവെന്ന് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറയുന്നു. ദ്രൂസുകൾക്കെതിരെയോ കുർദുകൾക്കെതിരെയോ ഇനി ഔദ്യോഗിക തലത്തിൽ സൈനിക നടപടി സ്വീകരിക്കാൻ ഔദ്യോഗിക ഭരണകൂടത്തിന് കഴിയില്ല. കാരണം ഇസ്രയേൽ ശക്തമായ നിലപാടെടുത്തു കഴിഞ്ഞു. മാർച്ചിൽ മെഡിറ്ററേനിയൻ തീരത്തെ അൽവൈറ്റ് സിവിലിയന്മാർ പെടുന്ന മേഖലകളിൽ ഔദ്യോഗിക സേന നടത്തിയ ആക്രമണത്തിൽ 1700-ലധികം ആളുകളാണ് അവിടെ കൊല ചെയ്യപ്പെട്ടത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ സുവൈദ പ്രവിശ്യയിലും ദമാസ്കസിനടുത്തും ദ്രൂസ് പോരാളികളുമായി സർക്കാർ സൈന്യം ഏറ്റുമുട്ടിയിരുന്നു. ഏറ്റുമുട്ടലിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ടു. ഇനി ഒരു കാലത്തും ദ്രൂസിനെ ആക്രമിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് വീണ്ടും ഇസ്രയേൽ പ്രഖ്യാപിച്ചു. 1.5 ലക്ഷം ദ്രൂസുകൾ താമസിക്കുന്ന ഇസ്രയേൽ അവരുടെ സഹോദരങ്ങളെ സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞ വീണ്ടും പുതുക്കി. ഗോലാൻ കുന്നുകൾക്കപ്പുറം ഹെർമോൺ പർവ്വതനിര ഉൾപ്പെടുന്ന പ്രദേശം അതീവ തന്ത്രപ്രധാനമായ സ്ഥലമാണ്. ആ മേഖലയ്ക്കപ്പുറത്ത് സുവൈദ എന്ന പ്രവിശ്യ, അതിലും അപ്പുറത്താണ് ദമാസ്കസ്. ദമാസ്കസിനും ഇസ്രയേലിനും ഇടയിലുള്ള ഈ ഭാഗം അതീവ തന്ത്രപ്രധാനമായ ഇടമാണ്. ഇസ്ലാമിക് തീവ്രവാദികൾ മുൻപ് തമ്പടിച്ചിരുന്ന സ്ഥലം. ഏതെങ്കിലും തലത്തിൽ ഇസ്രായേലിനെതിരെ ഒരാക്രമണത്തിന് സാധ്യതയുള്ള അതീവ തന്ത്രപ്രധാനമായ ഈ സ്ഥലം ഇപ്പോൾ അതീവ സുരക്ഷയിലാണ് ഇസ്രായേൽ സംരക്ഷിക്കുന്നത്. ആ തന്ത്രത്തിൻ്റെ ഭാഗമാണ് ദ്രൂസ് വിഭാഗത്തിന് കൂടുതൽ സ്വാധീനമുറപ്പിക്കുക ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. സിറിയയിൽ തങ്ങൾ 2 ചുവന്ന വരകൾ വരച്ചിട്ടിട്ടുണ്ട്. ആ വരകൾ ഭേദിക്കാൻ ഞങ്ങൾ സിറിയൻ സേനയെ അനുവദിക്കില്ല. ഇതാണ് ഇസ്രായേൽ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിക്കുന്നതും. ദമാസ്കസിന് തെക്ക് ഭാഗത്തേക്കുള്ള ഏതൊരു സൈനിക നീക്കത്തെയും ഞങ്ങൾ തകർക്കുമെന്ന് വീണ്ടും ഇസ്രായേൽ സിറിയയെ ഓർമ്മപ്പെടുത്തുന്നു. രാജ്യത്തെ ദ്രൂസ് എന്ന ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ സംരക്ഷണമാണ് ഇസ്രായേൽ പറയുന്നതെങ്കിലും അവരുടെ ഉള്ളിലിരിപ്പ് വ്യക്തമാണ്. ആ മേഖല തികച്ചും അപകടരഹിതമായി തുടരണം. നേരത്തെ ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച വെടിനിർത്തൽ ഏരിയയ്ക്ക് പുറമെ ഏകദേശം 15 മൈലോളം ഇപ്പോൾ ഇസ്രായേൽ നിയന്ത്രണത്തിലാണ്. ബുധനാഴ്ച ഇസ്രായേലി സേന നടത്തിയ രൂക്ഷമായ ആക്രമണങ്ങൾക്ക് ശേഷമാണ് സിറിയൻ സൈന്യം പ്രദേശത്ത് നിന്ന് പിൻവാങ്ങിയത്. പ്രാദേശിക ദ്രൂസ് സേനയുമായി അവർ ഒരു വെടിനിർത്തൽ ധാരണയിലെത്തി. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷവും ചില സംഘടനകളുണ്ട്. അമേരിക്കയും ഫ്രാൻസുമൊക്കെ ശാന്തത പാലിക്കാനുള്ള ആഹ്വാനം നൽകുന്നു.
എന്നാൽ തുർക്കി നേതാവ് എർദോഗൻ ആഞ്ഞടിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ നിരീക്ഷണത്തിലുള്ള ഗോലാൻ കുന്നുകളിലെ സൈനികരഹിത മേഖലയുടെ നിയന്ത്രണം ഇപ്പോൾ പൂർണ്ണമായി ഇസ്രയേലിന്റെ കൈകളിലാണ്. സിറിയയിലെ സൈനിക ലക്ഷ്യങ്ങളിൽ നൂറുകണക്കിന് ആക്രമണങ്ങൾ നടത്തി ഇതിനകം ഇസ്രയേൽ. തെക്കൻ മേഖലയിൽ ഒരു സിറിയൻ സൈനിക സാന്നിധ്യവും തങ്ങൾ അനുവദിക്കില്ല എന്നവർ ഉറപ്പിച്ചു പറയുന്നു. 2 വർഷമായി ഇസ്രയേൽ തുടരുന്ന യുദ്ധം, ഏറ്റവും ഒടുവിൽ ഇറാനുമായി ദിവസങ്ങളോളം നീണ്ടുനിന്ന അതിശക്തമായ യുദ്ധം. എന്നിട്ടും ഇസ്രയേലിന് ഒരുവിധ മാറ്റവുമില്ല. ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന IDF സേനയുടെ അതിശക്തമായ മുഖമാണ് ലോകം കാണുന്നത്. തങ്ങൾക്ക് നേരെ ഒരു ശത്രുവും കടന്നു വരാൻ ഇനി അനുവദിക്കില്ല എന്ന ശബ്ദവുമായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.